സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പില് BJP-യുടെ കേന്ദ്ര നേതൃത്വം ഒന്നടങ്കം കേരളത്തിൽ തന്നെയാണ്. ഇപ്പം ഉന്നത നേതാക്കന്മാരൊക്കെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി അടുത്ത മാസം ആദ്യം വീണ്ടും വരുന്നു. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷ മന്ത്രി കേരളത്തിലെത്തി ബിഷപ്പുമാരുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിലൊക്കെ തന്നെ വലിയ നീക്കം അല്ലേ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. 6-ാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊച്ചിയിൽ വരുന്നു. അത് കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. NDA-യുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്നു. അതൊരു വലിയൊരു ഇവന്റ് പരിപാടിയായിട്ട് മാറും. പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പേ ഉള്ള ഒരുക്കങ്ങളിലും മതമേലധ്യക്ഷന്മാരെ കാണുന്നതും സാമൂഹിക സാംസ്കാരിക നായകന്മാരെ കണ്ട് മേയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്ക് നാഷണൽ ഡെമോക്രാറ്റ് അലയൻസ് BJP സഖ്യത്തിന് ഒരു പിന്തുണകൾ ഏകുവാനാണ് ഇത്തരത്തിലുള്ള കേന്ദ്രമന്ത്രിമാർ ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിലേക്ക് വരുന്നത്. റിജുജി വരുന്നത് ആദ്യമല്ല, നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മതമേലധ്യക്ഷന്മാരെ പല ഇഷ്യൂ, ഇപ്പൊ തലശ്ശേരി ഇഷ്യൂ, പ്ലാമ്പള്ളിയൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിനെ സന്ദർശിക്കുവാനും അദ്ദേഹം വച്ചിട്ടുള്ള ആ കർഷകരുടെ പ്രശ്നങ്ങൾ, റബ്ബറിന്റെ താങ്ങുവിലയ്ക്ക് വേണ്ടിയൊക്കെ മുൻകൈയെടുത്തതും റിജുജിയും അന്ന് മന്ത്രിയല്ലെങ്കിലും ന്യൂനപക്ഷത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടി മുഖമായ ജോർജ് കുര്യനൊക്കെയാണ്. പക്ഷേ റിജുജിയെ സംബന്ധിച്ച് വളരെ തന്ത്രശാലിയാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ള ദേശീയ അധ്യക്ഷൻ നിവിൻ നവീൻ പോലുള്ളവരുടെ ബുദ്ധിരാക്ഷസനാണ് റിജുജി കിരൺ. അദ്ദേഹം ഒരു പിന്നോക്ക മുഖം പാർട്ടിയിലാണെങ്കിൽ തന്നെയും ആസാം മേഘാലയ, അരുണാചൽ, മിസോറം പോലുള്ള മേഖലകളിൽ പാർട്ടി ഒന്നുമല്ലായിരുന്നിട്ട് പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് പോയൊരു ആളാണ് ഈ കിരൺ റിജുജി. അപ്പൊ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചാൽ കേരളത്തിൽ ആ ഒരു ന്യൂനപക്ഷ സമവാക്യം ഭാരതീയ ജനതാ പാർട്ടിയിൽ അടുപ്പിക്കുവാൻ കഴിയും എന്ന് പ്രധാനമന്ത്രിക്കും അമിത്ഷാജിക്കും ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് നവീൻജിക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വന്ന് ആ പ്രത്യേക സമുദായത്തിന്റെ ആൾക്കാരെ കാണുകയും അവർ ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ നൽകിയിട്ടുണ്ട്. അത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അവർ കൊടുത്ത ആവശ്യങ്ങൾക്ക് ചെറിയൊരു പരിഗണന കേന്ദ്ര മന്ത്രിസഭ പരിഗണിച്ചതിന്റെ ഒരു ഗുണമാണ് ആ സഭയിലുള്ള സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാരുടെ വിജയം. അതിന്റെ വിജയം കൊച്ചിക്കും വന്നു, കോഴിക്കോടും വന്നു, തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ 20 വാർഡുകളിൽ ക്രിസ്ത്യൻ സമുദായ സഹോദരങ്ങളുടെ നിർണായക വോട്ടുണ്ട്. അത് പ്രകടമായി ഭാരതീയ ജനതാ പാർട്ടിക്ക്. ആക്കുളം പോലുള്ള വാർഡ് ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള വാർഡാണ്. അതേപോലെ ഇടവക്കോട് പോലുള്ള വാർഡുകൾ, ആറ്റിപ്രവ പോലുള്ള വാർഡ് കോർപ്പറേഷനിൽ ക്രൈസ്തവരുടെ വോട്ടും സഭ ഇത്തരം ആൾക്കാരുടെ സന്ദർശനങ്ങൾ കൊണ്ട് പാർട്ടിക്ക് ഗുണമായിട്ടുണ്ട്. ആ ഒരു ത്രിതല തെരഞ്ഞെടുപ്പിൽ നടന്ന വിജയത്തിൽ ഈ സഭ വോട്ടുകൾ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായങ്ങളുടെ, ലാത്തിൻ കത്തോലിക്ക ആയാലും സുറിയാനിക് സഭയായാലും CSI ആയാലും മാർത്തോമയായാലും നിരവധി സഭയുടെ മേലധ്യക്ഷന്മാർ ത്രിതല തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സഹായിച്ചതുകൊണ്ട് വീണ്ടും അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇവരെ കണ്ടിട്ട് അവരുടെ ആവശ്യങ്ങൾ മാറി UDF LDF-ന് ഇവർ വോട്ട് കൊടുത്തിട്ട് അവർക്കൊരു പ്രശ്നവുമില്ല. നമുക്ക് മരടിൽ നടന്ന സമരം പോലുള്ള, മുനമ്പം പോലുള്ള സമരങ്ങൾ നമുക്കറിയാം. 2 ഗവൺമെന്റും പരിഹരിക്കുവാൻ പറ്റാത്തത് BJP അവിടെ ചെയ്തു. തുച്ഛമായ വോട്ടിനാണ് ജയിച്ചിട്ടുണ്ടെങ്കിൽ മുനമ്പത്തൊക്കെ BJPക്ക് ഒരു കൗൺസിലർ കിട്ടുകയെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ സഹോദരങ്ങൾ, കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വന്നാൽ ഗുണം ചെയ്യും പാർട്ടിക്ക്. കേരളം ഇപ്പൊ ഏകദേശം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഈക്വലന്റ് ആയിട്ട് വരുന്നല്ലോ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജോർജ് കുര്യനെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുത്തത്. ഇപ്പൊ പാർട്ടി ആലോചിക്കുന്നു അദ്ദേഹത്തിന് അസംബ്ലിയിലേക്ക് നിർത്തുവാൻ. ചിലപ്പോ കോട്ടയത്തിലുള്ള ചില മണ്ഡലങ്ങളിൽ നിന്ന് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ജനവിധി തേടുവാൻ സാഹചര്യം ഒരുങ്ങി വരെയാണ്.
പാർട്ടി പറയാൽ ഒരച്ചടക്കമുള്ള പ്രവർത്തനം എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടും. അങ്ങനെ വരുമ്പം കേരളത്തിനകത്ത് കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം BJP ഹിന്ദു വർഗീയ പാർട്ടിയാണെന്നുള്ളത് മാറ്റിമറിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് മതമല്ല ഇവിടെ, വികസനമാണ്. കേരളത്തിന്റെ വികസനത്തിന് എല്ലാ നാനാജാതി മതസ്ഥരും മതങ്ങളും ജാതികളും സാംസ്കാരിക സംഘടനകളും ഒത്തുവന്നാൽ കേരളത്തിൽ ഒരു 18-20 പരം MLA കിട്ടുകയാണ് എങ്കിൽ കേന്ദ്ര നരേന്ദ്രമോദിക്ക് പിന്തുണയോടെയുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും കേരളത്തിൽ വരുവാൻ പോകുന്നത്. എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷ വേണ്ട. ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ കേരളത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഇടതുപക്ഷത്തിന്റെ മൂന്നാമത് ഗവൺമെന്റ്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ, UDF നിന്ന് LDF നിന്നുള്ള MLA മാരും ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു തൂക്കുസഭ വരികയാണ് എങ്കിൽ കേരളം ഇങ്ങനെ പോയാൽ പോരാ. ഇപ്പൊ കാണുന്ന നാഷണൽ ഹൈവേകളുടെ വികസനം, തുറമുഖങ്ങളുടെ വികസനം, നഗരങ്ങളുടെ വികസനം, ലൈഫ് പദ്ധതിക്ക് കൊടുത്തിട്ടുള്ള ഇതിപ്പം ലൈഫ് പദ്ധതി ഉദ്ഘാടനം നിശാഗന്ധിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ 5 ലക്ഷം വീടുകൾ, 5,35,000 പരം വീടുകളുടെ ഈ പൈസ സാധാരണക്കാർക്കറിയാം. നരേന്ദ്രമോദിയുടെ ആവാസ് യോജന പദ്ധതിയാണ് കേരളത്തിൽ വകമാറ്റിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം ഡെവലപ്മെന്റുകൾ കേരളത്തിൽ വരണമെങ്കിൽ നാനാജാതി മതസ്ഥർ ഒത്തുകൂടിയാൽ നമുക്ക് മതമല്ല മാറാത്തത് മാറ്റണം കേരളത്തിൽ എന്നുള്ളതാണ് BJPയുടെ നാഷണൽ ഡെമോക്രാറ്റ് അലയൻസിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കുവാനാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലുള്ള വിജയം കണക്കാക്കിയാണ് കിരൺ റിജിജുവിനെ പോലുള്ള മന്ത്രിമാരും ഇവരെല്ലാം പോയി റിപ്പോർട്ട് കൊടുക്കും. ഇന്ന പ്രശ്നങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്, ഇന്ന ജില്ലകളിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസലിയാർ നരേന്ദ്രമോദിജിയായിട്ട് സംവദിച്ചു, 6 മണിക്കൂറൊക്കെയാണ്. അപ്പൊ ഇത്തരം സമയം കണ്ടെത്തി. അപ്പം കേരളത്തിലൊരു മാറ്റത്തിന് ന്യൂനപക്ഷ സഹോദരങ്ങൾ, കേരളം വികസിക്കണം, കരണ്ട് കിടന്നാൽ പോരാ. കാലാകാലങ്ങളിൽ UDF LDF പറഞ്ഞു പറ്റിക്കുകയാണ്, അതിനൊരു മറുപടി കൊടുക്കണമെന്ന് സമുദായ നേതാക്കൾ ചിന്തിച്ചു തുടങ്ങിയതിന്റെ പ്രതിഫലമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസലിയാർ സന്ദർശിച്ച് അവരുടെ മതത്തിന്റെയും അവരുടെ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിന്റെയും വിഷയങ്ങൾ ധരിപ്പിച്ചു പ്രൈം മിനിസ്റ്റർ. അതുകൊണ്ട് ന്യൂനപക്ഷ മന്ത്രിമാർ താമസിക്കാതെ വീണ്ടും വരും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭകളുടെ മതമേലധ്യക്ഷന്മാർ ക്രിസ്മസിന് ഡൽഹിയിൽ മീറ്റ് ചെയ്തപ്പോൾ പ്രധാനമന്ത്രിയുമായിട്ട് സംവദിച്ചതിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട നിയമമന്ത്രി കിരൺ റിജിജു ഇവിടെ വന്ന് ഇവരെ കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സമവാക്യങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ SNDP അതിന് ഈ ഷോൺ ജോർജും അതുപോലെ പ്രധാനപ്പെട്ട അനൂപ് ആന്റണി ഒക്കെ തുടങ്ങിയ നേതാക്കൾ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ഒരു മാറ്റം കേരളത്തിൽ വരും. ആ മാറ്റം വരികയാണെങ്കിൽ മതാടിസ്ഥാനത്തിലുള്ള മാറ്റമല്ല, മൊത്തത്തിൽ കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള മാറ്റത്തിന് ഇവിടുത്തെ എല്ലാ സഭാധ്യക്ഷന്മാരും മതമേലധ്യക്ഷന്മാരും സമുദായ സംഘടനകളും NDAയുടെ കൂടെ നിൽക്കുമെന്ന് ഒരു ഉറപ്പ് കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട്.